അയാള് തൊട്ട് ഉടനെ നമ്മൾ പോയിട്ട് അയാളുടെ ഏതെങ്കിലും ഒരു വശത്തിരിക്കാം, ഒന്നിക്കോ വലതുവശത്തോ ഇടതുവശത്തോ അയാളെ തട്ടി വിളിക്കാം. ചേട്ടാ എന്ത് പറ്റി? ഓക്കെ, നല്ലോണം തട്ടി വിളിക്കണം. കാരണം ഇങ്ങനെ രണ്ട് ഭാഗത്തും തട്ടിയിട്ട് വിളിക്കണം. എന്തുകൊണ്ടാണ് രണ്ട് ഭാഗത്തും തട്ടിയിട്ട് വിളിക്കുന്നത്? ഒരാൾ കുഴഞ്ഞു പോകുമ്പോൾ കുറേ കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ ഒരു പക്ഷേ സ്ട്രോക്ക് വന്നിട്ട് വേണമായിരിക്കാം. അയാൾക്ക് ഒരു ഭാഗത്ത് സെൻസേഷൻ ഉണ്ടാവില്ല, സംസാരിക്കാനുള്ള സെൻസേഷൻ, പല കാര്യങ്ങളും. നമ്മൾ രണ്ട് ഭാഗത്തും തട്ടി വിളിച്ചിട്ടില്ലെങ്കിൽ അയാളെ ചലനങ്ങൾ പോലും ചിലപ്പം ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് രണ്ട് ഭാഗത്തും ശക്തിയായി തട്ടി വിളിക്കുക. തട്ടി വിളിക്കുന്ന എന്തുകൊണ്ട്? നമ്മൾ ദൂരത്തിന് വിളിച്ചാൽ ഒരു പക്ഷേ പ്രതികരിക്കാൻ പറ്റാത്ത ഒരാളാണ്. തട്ടി വിളിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് പലതും അറിയാൻ പറ്റും. ചില കൈ പൊന്തിക്കും, നല്ല ശക്തിയായിട്ട്. അങ്ങനെ വിളിക്കുമ്പോൾ എപ്പോഴും രണ്ട് ഭാഗത്തും ശക്തിയായിട്ട് തട്ടി വിളിക്കുക. അന്നേരം എന്ത് പ്രതികരണം ഉണ്ടാവാം? ഒന്നിക്ക് അയാൾ ഇങ്ങനെ സംസാരിക്കുന്നു, കുറച്ച് വെള്ളം എന്താന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇനി ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അയാൾ അരികിലേക്ക് മാറ്റി കിടത്തുക, അയാൾക്ക് വെള്ളം കൊടുക്കുക. അല്ലെങ്കിൽ അയാൾ പറയുകയാണ് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, രാവിലെ ഒരു ഭക്ഷണം എന്തെങ്കിലും സോഡ വാങ്ങി കൊടുക്കുക, അയാൾക്ക് എന്തെങ്കിലും കുടിക്കാനുള്ള, അത് പ്രായോഗികമായിട്ടുള്ള സ്റ്റെപ്പുകളാണ്. ഇനി അയാൾ പ്രതികരിക്കുന്നില്ലെങ്കിലുള്ള കാര്യങ്ങളാണ് നമുക്കിന്ന് അറിയേണ്ടത്. പ്രതികരിക്കുന്നില്ല നമ്മൾ ഉടനെ ഇസാർക്ക് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അംശക്കാരെ വിളിക്കും. ഇതിങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഇന്ന് വണ്ടി വിളിക്കണം, ആംബുലൻസ് വിളിക്കണം, നമുക്ക് ഇയാൾക്ക് വേണ്ട അത്യാവശ്യം കാര്യങ്ങൾ കൊടുക്കണം. അതിന് 2-3 ആൾക്കാർ വേണം. കാരണം ഇത് കൈവെള്ളം വെച്ച് ഇതിന്റെ മുകളിലായിട്ട് എന്റെ ഷോൾഡർ രോഗിയുടെ ഈ മാറലിന്റെ നടുഭാഗത്തായിട്ട് വരണം. ഞാൻ കംപ്രഷൻ കൊടുക്കുന്നത് എന്റെ ഷോൾഡറിന്റെ വെയിറ്റ് ആണ് താഴത്തേക്ക് താഴ്ത്തുന്നത്. ഇങ്ങനെ കൊടുക്കരുത്. ഇങ്ങനെ കൊടുത്തതിന് എഫക്റ്റീവ് ആവില്ല. നമ്മളെന്താ കൊടുക്കുന്നത്? നമ്മൾ ഹൃദയം സ്തംഭിച്ച ഒരു രോഗി എന്നുള്ള നിലയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്. ഹൃദയം സ്തംഭിക്കുന്നതിന് കുറേ കാരണങ്ങളുണ്ട്. ഹൃദയാഘാതം എന്ന് പറയുന്നത്, നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന രോഗമില്ല, അതാണ് ഏറ്റവും പ്രധാന കാരണം. അതല്ലാതെ കുറേ കാര്യങ്ങൾ കൊണ്ട് ഹൃദയം സ്തംഭിക്കാം. ഹൃദയം സ്തംഭിച്ച ഒരാൾക്ക് തൽക്കാലത്തേക്ക് ഹൃദയം പമ്പ് ചെയ്ത് കൊടുക്കാൻ, ഇപ്പോൾ അല്ലാതെ നമ്മൾ ഇത് കൊടുക്കാതെ നമ്മൾ ആശുപത്രിയിൽ രോഗി എത്തിച്ചാൽ എന്താ സംഭവിക്കുക? 3 മിനിറ്റിൽ കൂടുതൽ ഒരാളുടെ ബോധം ഹൃദയം സ്തംഭിച്ചതിനാൽ അയാൾക്ക് ബോധം നഷ്ടപ്പെടും. 10 മിനിറ്റിൽ കൂടുതൽ ഒരാളുടെ ഹൃദയം സ്തംഭിച്ചതിനാൽ അയാൾക്ക് തലച്ചോറിലേക്കുള്ള രക്തോട്ടമില്ലാതെ തലച്ചോറ് എന്നേക്കായിട്ട് നഷ്ടപ്പെടും. നമ്മൾ ഈ രോഗിയെ കൊണ്ട് ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്താലും ഒരിക്കലും തലച്ചോറിലേക്ക് കുറച്ചു നേരം രക്തോട്ടില്ലാത്തതിന് പേരിൽ നമുക്ക് തിരിച്ചു കിട്ടിയ ഒരു ജീവച്ചവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് വന്ന ഒരു രോഗിയായിരിക്കും. അന്നേരം അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യം നല്ല ക്വാളിറ്റിയുള്ള ലൈഫ് കിട്ടുന്നത്. അതിനാണ് ഈ കംപ്രഷൻ കൊടുക്കുന്നത്. മാറലിന് 2 വിരലിന് മുകളിലായിട്ട് ഈ കൈവെള്ളം വരുന്ന രീതിയിൽ വെക്കുക. നമ്മുടെ ഷോൾഡർ വെയിറ്റ് രോഗിയുടെ മുഖത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8. 1 മിനിറ്റിൽ 100 മുതൽ 120 വരെ കംപ്രഷൻ വരുന്ന രീതിയിൽ കംപ്രഷൻ കൊടുക്കുക. ഇങ്ങനെ കൊടുത്തിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 25, 26, 27, 28, 29, 30, 30 ആയി കഴിഞ്ഞാൽ നമ്മൾ കൈയെടുക്കുക. പിന്നെ 1, 2, 3 നമ്മൾ ഇതിനകത്ത് റെസ്പിറേഷൻ കൊടുക്കുന്നില്ല. കംപ്രഷൻ ഉള്ളി ലൈഫ് സപ്പോർട്ട് പബ്ലിക്കിനെ പഠിപ്പിക്കുമ്പോൾ റെസ്പിറേഷന്റെ കാര്യങ്ങൾ ആലോചിക്കേണ്ട. 30 എണ്ണം ആയി കഴിഞ്ഞാൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ 1 മിനിറ്റിൽ 150 കംപ്രഷൻ വരുന്ന രീതിയിൽ, 100 മുതൽ 120 വരെ കംപ്രഷൻ വരുന്ന രീതിയിൽ നമ്മൾ കൊടുക്കും. ഈ 1, 2 പറയുന്നത് എന്നാലേ ആ താളത്തിൽ നമുക്ക് ഇത് എപ്പോഴും കംപ്രഷൻ കൊടുത്തതിന് ശേഷം കൈ നമുക്ക് മുകളിലോട്ട് വരണം. നമ്മളെന്താ ചെയ്യുന്നത്? ഹാർട്ടിനെ പമ്പ് ചെയ്യിക്കുന്നു. അത് വിടുന്ന സമയത്ത് ശരീരത്തിന്റെ മുഴുവൻ രക്തം തിരിച്ചേക്കും, ഹാർട്ടിലേക്ക് വരും. പിന്നെ നമ്മൾ അവിടെ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുക? ഹാർട്ടിന്റെ ഉള്ളിൽ ബ്ലഡ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ വെറുതെ അമർത്തുന്ന പോലെ പ്രസ് ചെയ്യുന്നു, വിടുന്നേരം എല്ലാ ബ്ലഡും കൂടി തിരിച്ച് ഹാർട്ടിലേക്ക് വരും. നമ്മൾ പ്രസ് ചെയ്യും. ഈ ഒരു കാര്യം എത്ര നേരം ചെയ്യും? നമ്മൾ 30 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും 1, 2, 3 അങ്ങനെ 30 പേര് പിന്നെയും കൊടുക്കുന്നു, പിന്നെയും 30 എണ്ണം കൊടുക്കുന്നു. അങ്ങനെ 5 സെറ്റ് ചെയ്താൽ 150. ആ സമയമാകുമ്പോൾ നമ്മൾ നോക്കി രോഗി, അതിനിടയിൽ രോഗി എണീക്കുകയാണ് അല്ലെങ്കിൽ കൈ മൂവ് ചെയ്യുകയാണ്, ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ നിർത്തും. അതല്ല ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ 150 കഴിയുമ്പോൾ തൊട്ടടുത്ത ആള് നമ്മൾ 2-3 പേരെ ഹെൽപ്പിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തുടർച്ചയായിട്ട് ഒരാൾക്ക് കൊടുക്കാൻ കഴിയില്ല. നല്ല ക്വാളിറ്റി ആയിട്ട് കൊടുക്കണമെങ്കിൽ അടുത്ത ഒരാൾ മാറിയിട്ട് അടുത്തൊരാൾ ചെയ്യണം. അത് രണ്ടാമത് വീണ്ടും ഒരാൾ. ഇത് എത്ര നേരം ചെയ്യും? ഒന്നിക്കെ രോഗി പ്രതികരിക്കുന്നവരെ, അല്ലെങ്കിൽ രോഗിക്ക് കുറച്ചു നേരം കൊടുത്തിട്ട് ഒരു പ്രതികരണത്തിന്റെ കുറച്ചു നേരം എന്ന് പറഞ്ഞാൽ ഇത്ര ഒരു ടൈം എവിടെയും പറയുന്നില്ല. ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തും എല്ലാം കൊടുത്തോണ്ടിരിക്കണം എന്ന് പറയും. അത് നമുക്ക് രോഗി രക്ഷപ്പെടാൻ സാധ്യതയുള്ള രോഗിയാണെങ്കിൽ ഒരു പക്ഷെ കൂടുതൽ സമയം കൊടുക്കും. വളരെ ആശുപത്രിയിലേക്ക് കണ്ടിട്ടുണ്ട്, വളരെ പ്രായമുള്ള 90 വയസ്സുള്ള ഒരാൾക്കാണെങ്കിൽ ഒരു പക്ഷേ കൊടുക്കില്ല. കാരണം അയാൾക്ക് പല അസുഖം, ഇപ്പോൾ കിഡ്നി അസുഖം വന്ന ഒരാളാണ്, അയാൾക്ക് സോഡിയം പൊട്ടാസ്യം കൂടുതലും കുറവൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ഇത് വർക്ക് ചെയ്യണമെന്നില്ല. അത് കുറച്ചു നേരം കൊടുത്തിട്ട് നിർത്തും. ആ മാനദണ്ഡങ്ങൾ പിന്നെ ആശുപത്രിയിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇപ്പം പറയണ്ടല്ലോ. നമുക്ക് അറിയേണ്ട ഈ ഏറ്റവും പ്രധാന കാര്യം ഒരു കംപ്രഷൻ എങ്ങനെ കൊടുക്കുന്നത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ 4 കാര്യങ്ങൾ കുറച്ച് വൈകിട്ട് ജോയിൻ ചെയ്ത ആൾക്കാരുണ്ട്. ഒരാൾ കുഴഞ്ഞു വീണാലും നമ്മൾ ചെയ്യുന്ന 4 കാര്യങ്ങളാണ്. സേഫ്റ്റി, റെസ്ക്യൂർ സേഫ്റ്റി, ബൈസ്റ്റാൻഡർ സേഫ്റ്റി എന്ന് പറയും. അതായത് റോട്ടിൽ വെച്ച് നടക്കുന്നെങ്കിൽ പേഷ്യന്റിനെ സൈഡായിട്ടുള്ള ഒരു വ്യക്തിമിനെ ഒരു സൈഡിലേക്ക് മാറ്റി കിടത്തുക, അതാണ് സേഫ്റ്റി. രണ്ടാമത്തത് മുട്ടി വിളിച്ചു നോക്കുക, പ്രതികരിക്കുന്നുണ്ടോ നോക്കുക. പ്രതികരിക്കുന്നുണ്ടെങ്കിൽ മാറ്റി കിടത്തുക, അല്ലെങ്കിൽ ആശുപത്രി കൊണ്ടുപോകുക, എന്താ ചെയ്യേണ്ട അവസരമായിട്ട് ചെയ്യുക. പ്രതികരിക്കുന്നില്ലെങ്കിൽ മൂന്നാമത്തത് ഷൗട്ട് ഫോർ ഹെൽപ്പ്, അടുത്തൊരാളെ ഹെൽപ്പിന് വിളിക്കുക.
ഹെൽപ്പിനെ വിളിച്ചിട്ട് നമ്മൾ കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യും. ഈ 4 കാര്യങ്ങൾ എല്ലാവർക്കും ഓർക്കാൻ പറ്റും. ഏറ്റവും ബേസിക് ആയിട്ട് ഇന്നത്തെ മെസ്സേജ് ഇതാണുള്ളത്. എല്ലാവരും വന്നിട്ട് ഒന്ന് കംപ്രഷൻ കൊടുക്കുന്ന ഈ മാനിക്വിൻ കുറെ കാലം ഉപയോഗിച്ചതാണ്, അതുകൊണ്ട് ഇത്രയും പോകുന്നില്ല. സാധാരണ ഇത്രയും പോകില്ല. പിന്നെ ഇപ്പം വരുന്ന പുതിയ മാനിക്വിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മെൻസിൽ ആൾക്കാരൊക്കെ ട്രെയിനിങ് വെച്ചാൽ നമ്മളിവിടെ കൈ വെച്ചാൽ പിന്നെ എവിടെയും നോക്കരുത്, ഇവിടെ മാത്രമേ നോക്കാൻ പാടുള്ളൂ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24. ഈ സ്പീഡിൽ ഇത് കൈ എടുത്താലേ എടുത്തതിനാ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അപ്പൊ ഇത്രയും പവറിൽ നമ്മൾ അടിക്കുമ്പോൾ ഇവിടെ നമ്മളെ ഭാര്യയിൽ പൊട്ടിക്കഴിഞ്ഞാൽ പൊട്ടുന്നത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ വെക്കുന്ന സ്ഥലം കറക്റ്റ് ആയിരിക്കും പറയുന്നത്. നമ്മൾ കുറച്ച് ഇങ്ങോട്ടും അങ്ങോട്ടായി പോയിട്ട് വാരിയൽ പൊട്ടും. പിന്നെ ഇതൊരു ജീവൻ രക്ഷാ പ്രവർത്തനമായതുകൊണ്ട് ചെറിയ വാരിയൽ പൊട്ടുന്ന പോലും നമ്മൾ കണക്കാക്കില്ല. കാരണം ഒരുപക്ഷെ നമ്മളിത് ചെയ്തിട്ടില്ലെങ്കിൽ അയാളുടെ ജീവൻ തന്നെ രക്ഷപ്പെടും. അതുകൊണ്ട് നമ്മളിത് കൊടുക്കേണ്ട ആളാണെന്ന് കൃത്യമായി തിരിച്ചറിയാൻ ആദ്യത്തെ 3 സ്റ്റെപ്പ് കൃത്യമായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ടുള്ളതായിരിക്കും ഇത് കൊടുക്കുന്നത്. പിന്നെ ആരും ഈ പ്രതികരിക്കാൻ പറ്റുന്ന ഒരാളും നമ്മൾ ഇത് പിടിച്ച് അമർത്തുമ്പോൾ വെറുതെ കിടക്കൂല. അതുകൊണ്ട് അയാൾ ചാടി എണീക്കും.